അതെടാ അതെ ഇങ്ങോട്ട് നോക്കാം ഇവിടെ നോക്കാം. തിരുവനന്തപുരം നേമം അഗസ്ത്യം കളരിത്തറയിലാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കളരിക്കല്യാണം നടന്നത്. നെരുവാമൂട് സ്വദേശികളായ രാഹുലും ഊക്കോട് സ്വദേശി ശില്പയുമാണ് പരമ്പരാഗത കളരി രീതിയിലും പശ്ചാത്തലത്തിലും വിവാഹിതരായത്. 15 വയസ്സ് മുതലാണ് രാഹുൽ കളരി പഠിക്കാൻ തുടങ്ങിയത്. ശില്പയും ചെറുപ്പം മുതൽ അഭ്യസിക്കുന്നുണ്ട്. 5 വർഷം മുൻപാണ് ഇരുവരും പരിചയപ്പെടുന്നത്. വീട്ടുകാർ തമ്മിലുള്ള പരിചയം വിവാഹത്തിലേക്കെത്തി. സെക്രട്ടേറിയറ്റിലെ ജോലിയിൽ നിന്ന് ദീർഘകാല അവധിയെടുത്ത് രാഹുലും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് ശേഷം ശില്പയും ഇപ്പോൾ കളരി കരിയറായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവർക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 1500-ലധികം വിദ്യാർത്ഥികളാണ് ഉള്ളത്. ശില്പ ഇരു കൈകളിലും ഒരേ സമയം ഉറുമി വീശുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ വിദ്യ ശില്പയെ പഠിപ്പിച്ചതും രാഹുലാണ്. നമസ്കാരം. ആദ്യം തന്നെ അഗസ്ത്യത്തിലെ എന്റെ ഗുരുക്കളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം ഇത്രയും മനോഹരമാക്കിയ ഈ മണ്ഡപത്തിന് ഫുൾ എഫേർട്ടും കളരിയിലെ എന്റെ ടീമിനോടാണ്. അവരൊരു 1 വീക്ക് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് ദ അഗസ്ത്യൻ ടീം ആൻഡ് ഇന്ത്യ ടീം ആൻഡ് ഗുരുക്കൾ ഫോർ ദിസ് വണ്ടർഫുൾ സ്റ്റേജ്. ആൻഡ് ആദ്യം തന്നെ ഇത്രയും ലോകത്തെ ആദ്യത്തെ ഒരു കളരി വെഡിങ് ആണ്. അതിന്റെ ഭാഗമാകാൻ പറ്റിയതിന് ഏറ്റവും സന്തോഷം. ഞാൻ ശില്പയും അതിൽ ഒരുപാട് സന്തോഷവാനാണ്. ഈ പറഞ്ഞതുപോലെ കളരിയിലെ എല്ലാ ടീമിനും നന്ദി പറയാനുള്ളത് ആദ്യമായിട്ടാണ്. ഇതിനു വേണ്ടി എടുത്ത് എഫേർട്ട് കുറച്ചൊന്നും അല്ല, ഒരുപാട് കഷ്ടപ്പാടുകൾ അവരാണ് ഇത് ഫുൾ ഇങ്ങനെ ഒരു രീതിയിലാക്കി എടുത്തത്. പിന്നെ ഫാമിലി എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പിന്നെ ഇതുപോലൊരു കളരി കല്യാണം ആദ്യമായിട്ടാണ് ഇത് നമ്മൾ വളരെ സന്തോഷിക്കുന്നത്. ഇങ്ങനൊരു ഡെസ്റ്റിനേഷനിലേക്ക് കളരി കല്യാണം തീരുമാനിച്ചതുകൊണ്ടാണ് ഞങ്ങള് ഡെസ്റ്റിനേഷൻ വെഡിങ് പ്ലാൻ ചെയ്യാറ്. അപ്പോൾ ഞങ്ങളുടെ ഫ്യൂച്ചർ ഇനി അഗസ്ത്യത്തിലൂടെയാണ്, കളരിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലെ കളരി വെഡിങ് ഒരു ട്രഡീഷണൽ രീതിക്ക് ചെയ്തുകൂടാ എന്ന് നമ്മൾ ഒരുമിച്ചൊരു തോട്ട് വന്നു. നമ്മൾ ഗുരുക്കളോട് ചോദിച്ചു, അങ്ങനെയാണ്. കാരണം നമ്മള് കുഞ്ഞിലെ ഇവിടെ കളരി പഠിക്കാൻ വന്ന് ഇപ്പൊ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ശരിക്കും അഗസ്ത്യത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പ്രായക്കാർക്കും കളരി അഭ്യസിക്കാം. അപ്പം ശില്പയുടെ അമ്മയായാലും എന്റെ അമ്മയായാലും ഇവിടെ കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് തമ്മിൽ നല്ല പരിചയമുണ്ട് മുമ്പേ. അപ്പൊ അവരൊരു എപ്പോഴും ഒരിക്കൽ ഒരു ഡിസിഷൻ അവർ തമ്മിൽ സംസാരിച്ചെടുത്തു, നമ്മളോട് പ്രസന്റ് ചെയ്തു. നമ്മൾ കുറച്ച് ടൈം വേണം എന്ന് പറഞ്ഞോളൂ. ഇപ്പൊ ഒരു അറൌണ്ട് 5 years ആയി നമ്മൾ ആ ഒരു ഡിസിഷനിലേക്ക് എത്താൻ എടുത്തിട്ട്. ലേശം സൈഡിലോട്ടേക്ക്